ഷോർ ഓഫ് ഗ്രേസിന്റെ 25ാമത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. ക്രിസ്തു യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന നിമിഷം മുതലാണല്ലോ വിശ്വാസ ജീവിതം ആരംഭിക്കുന്നത്. വിശ്വാസ ജീവിതം വളരെ സംഘർഷഭരിതവും വളരെ പോരാട്ടം നിറഞ്ഞതുമാണ്. ഈ പോരാട്ടത്തെ സധൈര്യം നേരിടുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഗാനമാണ് ഇന്ന് പാടുവാൻ ആഗ്രഹിക്കുന്നത്. ക്രൂശും എടുത്തിനി ഞാനൻ യേശുവെ പിൻചെൽകയാം എന്ന ഗാനം നമുക്ക് പരിചിതമാണല്ലോ. ഈ ഗാനം ഒരു ഇംഗ്ലീഷ് ഗാനത്തിൻ്റെ പരിഭാഷയാണ്. ജീസസ് ഐ മൈ ക്രോസ് ഹാവ് ടേക്കൺ എന്ന ഇംഗ്ലീഷ് ഗാനം എഴുതിയത് ആംഗ്ലിക്കൻ പ്രീസ്റ്റ് ആയിരുന്ന ഹെൻറി ഫ്രാൻസിസ് ലൈറ്റ് എന്ന ദൈവദാസനാണ്. 1824 ഇത് എഴുതിയിരിക്കുന്നത്. 202 വർഷങ്ങൾക്കിപ്പുറം നമ്മുടെ ഭാഷയിൽ നാം ഈ പാട്ട് പാടുകയാണ്. നമ്മുടെ ഭാഷയിലേക്ക് ഈ ഗാനം പരിഭാഷപ്പെടുത്തിയത് പ്രഗത്ഭ ദേവദാസനായ എം ഇ ചെറിയാൻ സാറാണ്. ജെറുസലേമിൽ നിന്നും അമേരിക്കയിലേക്ക് ഒരു കുടുംബം കുടിയേറി. സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ആ കുടുംബത്തിലെ ഏക പെൺമകൾ തൻ്റെ കൂട്ടുകാരിൽ നിന്നും യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയെക്കുറിച്ച് അറിയാനിടയായി. അവൾ തൻ്റെ ജീവിതത്തെ യേശുവിനായി സമർപ്പിച്ചു. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം രക്ഷിക്കപ്പെട്ടവർ മാത്രം കൂടുന്ന ഒരു കൂട്ടായ്മയ്ക്ക് ഈ യഹൂദ പെൺകുട്ടി പോകുവാൻ തുടങ്ങി. യഥാസ്ഥിതിക യഹൂദ കുടുംബമായതിനാലും അവളുടെ പിതാവിന് യഹൂദ പള്ളിയിൽ മുഖ്യസ്ഥാനം ഉണ്ടായിരുന്നതിനാലും മാതാപിതാക്കൾ അവളെ ക്രിസ്ത്യാനിയാകുന്നതിൽ നിന്നും വിലക്കി. ചില വെള്ളിയാഴ്ചകൾ അവൾ പ്രാർത്ഥനാ മീറ്റിങ്ങുകൾക്ക് പോയില്ല. പക്ഷേ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചിരുന്ന അവൾക്ക് അധിക നാൾ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. വീണ്ടും വെള്ളിയാഴ്ച വൈകുന്നേരമുള്ള കൂട്ടായ്മയ്ക്ക് അവൾ പോകുവാൻ തുടങ്ങി. ഏറെ നാൾ കഴിയും മുമ്പേ യഹൂദ പ്രമാണിമാരിൽ പലരും ഈ വിവരം അറിഞ്ഞു. അവർ പെൺകുട്ടിയുടെ പിതാവിനെ ശകാരിച്ചു. അദ്ദേഹം മകളോട് പറഞ്ഞു, ഇനിയും നീ ക്രിസ്ത്യാനികളുടെ യോഗത്തിന് പോയാൽ അന്ന് നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും. അവൾ വളരെ വിഷമിച്ചു. തൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അവൾ അത്ര കണ്ട് സ്നേഹിച്ചിരുന്നു. വീണ്ടും കുറേ നാൾ അവൾ കൂട്ടായ്മയ്ക്ക് പോകാതെ പിടിച്ചു നിന്നു. പക്ഷേ തന്നിലുള്ള ദൈവസ്നേഹം അവളെ നിർബന്ധിച്ച് അവളെ കീഴ്പ്പെടുത്തി. കൂട്ടായ്മ ആചരിക്കുന്നതിലുള്ള ഒരു ദൈവ പൈതലിൻ്റെ സന്തോഷം ഓർത്തപ്പോൾ അവൾ എല്ലാം മറന്നു. തണുപ്പുള്ള ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം മറ്റാരും അറിയാതെ അവൾ വീണ്ടും കൂട്ടായ്മയ്ക്ക് പോയി. രാവേറെ കഴിഞ്ഞാണ് മടങ്ങിയെത്തിയത്. അമേരിക്കയിലെ ഒരു തെരുവിലെ വിജനമായ നടപ്പാതയിലൂടെ സ്വന്തം ഭവനത്തെ ലക്ഷ്യമാക്കി നടന്നെടുക്കുമ്പോൾ തെരുവ് വിളക്കിൻ്റെ വെളിച്ചത്തിൽ അവൾ കണ്ടു, വീടിൻ്റെ മുമ്പിൽ തൻ്റെ പിതാവ് നിൽക്കുന്നു. തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ ഇട്ടിരുന്ന കോട്ടിൻ്റെ ഉള്ളിലേക്ക് കൈകൾ തിരികെ കയറ്റി അവൾ പതിയെ നടന്നെടുത്തു. വീടെടുത്തപ്പോൾ പിതാവ് അവളെ തടഞ്ഞു. ആ കണ്ണുകളിലേക്ക് നോക്കുവാൻ അവൾ ഭയപ്പെട്ടു. തലയ്ക്കുന്ന തിരമാലയുടെ ശബ്ദം പോലെ ആയിരുന്നു പിതാവിൻ്റെ ശകാര വർഷത്തിന്. ഒടുവിൽ പിതാവ് പറഞ്ഞു, ഇന്ന് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ വെച്ച് അവസാനിക്കുന്നു. നിനക്ക് പോകാം എവിടേക്കെങ്കിലും. ഇനി ഞങ്ങൾക്കിങ്ങനെ ഒരു മകൾ ഇല്ല. പിന്നെ ഇന്ന് വരെ ഇവിടെ ജീവിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി ഇവിടെ നിന്നും എന്തെങ്കിലും ഒരു സാധനം എടുക്കണമെങ്കിൽ എടുത്തോളൂ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ചൂട് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയിറങ്ങി. ഒരു നിമിഷം അങ്ങനെ നിന്നതിന് ശേഷം അവൾ ഇങ്ങനെ പറഞ്ഞു, ഡാഡി, എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ ആ വയലിൻ എനിക്ക് തരണം. അവൾ അകത്ത് കടന്നു. അമ്മയും സഹോദരന്മാരും ഒന്നും അവളോട് മിണ്ടിയതേയില്ല. തൻ്റെ പ്രിയപ്പെട്ട വയലിനും എടുത്ത് അവൾ പടികൾ ഇറങ്ങി. ഈ രാത്രി അവൾ എവിടേക്ക് പോകും അറിയില്ല. എങ്കിലും ആ അരണ്ട വെളിച്ചത്തിൽ അവൾ പതുക്കെ അങ്ങനെ നടക്കുവാനായി തുടങ്ങി. ദുഃഖഭാരത്താൽ നടന്നകലുമ്പോൾ തൻ്റെ വയലിൻ തോളോട് ചേർത്ത് പതുക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ട് പാടി. വയലിനിൻ്റെ ഈണത്തിനൊപ്പം അവളുടെ ഹൃദയം നുറുങ്ങിയുള്ള ഗാനം അവളുടെ പിതാവ് കേട്ടു. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയം അലിയിച്ചു. ആ പാട്ട് മുഴുമിക്കും മുമ്പേ ഓടി അവളുടെ അടുത്തെത്തി അവളെ വാരി പുണർന്നു. എന്നിട്ട് പറഞ്ഞു, മോളെ വാ, ഇനി ഈ പാട്ടിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഒരുമിച്ച് പാടാം.
അന്ന് രാത്രി ആ കുടുംബം മുഴുവൻ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിൻ്റെ സ്നേഹത്തെ അവർ രുചിച്ചറിഞ്ഞു. യേശു കർത്താവിനെ പിൻപറ്റുന്നവരായ എൻ്റെ സ്നേഹിതരെ, മർക്കോസിന്റെ സുവിശേഷം 8:34 യേശു ഇങ്ങനെ പറയുന്നു: ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നമുക്കും നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ദൈവഹിതത്തിന് വിട്ടുകൊടുത്ത് യേശു ക്രിസ്തുവിന് വേണ്ടിയുള്ള കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ച് ഈ പാട്ടിൽ പറയും പോലെ പാടി യേശുവിൻ്റെ പാതയിൽ നടക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എടുത്തീനി ഞാനൻ യേശുവെ പിൻചെൽകയാ, പാരിൽ പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോകയാ. ക്രൂശും എടുത്തീനി ഞാനൻ യേശുവെ പിൻചെൽകയാ, പാരിൽ പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോകയാ. ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ മാനം ധനം ലോകജ്ഞാനം സ്ഥാനം സുഖമിതെല്ലാം ലാഭമല്ലെനിക്കിനീവൻ ഛേദമെന്നറിഞ്ഞു ഞാൻ. മാനം ധനം ലോകജ്ഞാനം സ്ഥാനം സുഖമിതെല്ലാം ലാഭം അല്ലെനിക്കിനീവൻ ഛേദമെന്നറിഞ്ഞു ഞാൻ. ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ ദുഷ്ടരെന്നെ പകച്ചാലും കഷ്ടമെന്തു വന്നാലും നഷ്ടമെത്ര നേരിട്ടാലും ഇഷ്ടമായി ഞാൻ പിൻചെല്ലും. ദുഷ്ടരെന്നെ പകച്ചാലും
കഷ്ടമെന്തു വന്നാലും നഷ്ടമെത്ര നേരിട്ടാലും ഇഷ്ടമായി ഞാൻ പിൻചെല്ലും. ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ക്ലേശം വരും നേരമെല്ലാം ക്രൂശിലൻ പ്രശംസയാം. യേശു കൂടെയുണ്ടെന്നാകിൽ തുമ്പമെല്ലാം ഇമ്പമാ. ക്ലേശം വരും നേരമെല്ലാം ക്രൂശിലൻ പ്രശംസയാം. യേശു കൂടെയുണ്ടെന്നാകിൽ തുമ്പമെല്ലാം ഇമ്പമാ. ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. നിത്യരക്ഷദാനം ചെയ്ത ദിവ്യ സ്നേഹമോർക്കുകിൽ ഏതു കഷ്ടത്തെയും താണ്ടി അന്ത്യത്തോളം പോയിടാം. നിത്യരക്ഷദാനം ചെയ്ത ദിവ്യ സ്നേഹമോർക്കുകിൽ ഏതു കഷ്ടത്തെയും താണ്ടി അന്ത്യത്തോളം പോയിടാം. ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ദൈവത്തിൻ പരിശുദ്ധാത്മാവെന്നിൽ വാസം ചെയ്കയാൽ ക്ലേശമെന്തിനവനെന്നെ
ഭദ്രമായി കാത്തിടും. ദൈവത്തിൻ പരിശുദ്ധാത്മാവെന്നിൽ വാസം ചെയ്യുകയാൽ ക്ലേശമെന്തിനവനെന്നെ ഭദ്രമായി കാത്തിടും. ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈ